ഒരു മിനിറ്റ് പോസ് ചെയ്യൂ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Did you know just a 30-second mindful pause can reduce your anxiety by 40%? Let's learn how to bring peace into your daily life. Hey everyone, welcome back. How many of you feel anxious almost every day? ഓഫീസ് സ്ട്രെസ്, ഓവർ തിങ്കിങ്, ഫോൺ നോട്ടിഫിക്കേഷൻസ്, ഈവൻ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ റെസ്റ്റ്ലെസ് ആക്കും, റൈറ്റ്? ബട്ട് ഡോണ്ട് വറി, മൈൻഡിനെ കാം ആക്കുന്നത് ഇമ്പോസിബിൾ അല്ല. ദാറ്റ്സ് വെയർ മൈൻഡ്ഫുൾനെസ് ഹെൽപ്സ്. വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ്? മൈൻഡ്ഫുൾനെസ് എന്നത് ഒരു റിലീജിയസ് കോൺസെപ്റ്റ് അല്ല. ഇറ്റ് ഈസ് സിംപ്ലി ദ ആർട്ട് ഓഫ് ബീങ് ഫുള്ളി പ്രസന്റ് ഇൻ ദിസ് മൊമെന്റ്. നോട്ട് വറിയിങ് അബൌട്ട് യെസ്റ്റർഡേ, not tensed about tomorrow, just now. ഇപ്പോഴുള്ള നിമിഷം കാണാനും അനുഭവിക്കാനുമുള്ള കഴിവാണ് മൈൻഡ്ഫുൾനെസ്. ഫോർ എക്സാമ്പിൾ, വെൻ യു ഡ്രിങ്ക് എ കോഫി, ആ കോഫി കുടിക്കുമ്പോൾ ഡോണ്ട് സ്ക്രോൾ യുവർ മൊബൈൽ. ഫീൽ ദ വാംത്ത് ഓഫ് കോഫി, ആ സ്മെല്ല്, ടേസ്റ്റ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ദാറ്റ് ഈസ് മൈൻഡ്ഫുൾനെസ്. നമുക്ക് ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള സിമ്പിൾ മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് ട്രൈ ചെയ്താലോ? സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ. അതിന് ഫസ്റ്റ് ആണെന്ന് പറയുന്നത് ദി 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് ടെക്നിക്. വളരെ സിമ്പിൾ ആണ്. എപ്പോഴാണ് ഒരു ആങ്സൈറ്റി നിങ്ങളെ ഹിറ്റ് ചെയ്യുന്നത്, ആ ഒരു സമയത്ത് എന്തൊരു ജോലി ചെയ്താലും നിങ്ങൾ അത് സഡൻ സ്റ്റോപ്പ് ചെയ്യുക. ദെൻ നെയിം 5 തിങ്സ് യു ക്യാൻ സീ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് എഴുതുക. 4 തിങ്സ് യു ക്യാൻ ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്യുക. 3 തിങ്സ് യു ക്യാൻ ഹിയർ, ലിസൺ ടു ദ വോയിസ്. കേട്ടിട്ട് 3 ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് എഴുതുക. 2 തിങ്സ് യു ക്യാൻ സ്മെൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എഴുതുക. ആൻഡ് 1 തിങ് യു ക്യാൻ ടേസ്റ്റ്. ഇത് ഒരെണ്ണം നിങ്ങൾ എഴുതുക. ഇങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ ഇത് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങളുടെ ആങ്സൈറ്റി ലെവലിനെ റെഡ്യൂസ് ചെയ്യും. സെക്കൻഡ് ടെക്നിക്, മൈൻഡ്ഫുൾ ബ്രീതിങ്. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ എക്സസൈസ് ആണിത്. സ്ട്രെസ് വരുന്ന ഒരു സമയത്ത് നമ്മൾ പോസ് എടുക്കുക. പോസ് എടുത്തിട്ട് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഒരു 4 കൗണ്ട്സിൽ ബ്രീത്ത് ഇൻ ചെയ്യുക. ഹോൾഡ് ഫോർ 4 കൗണ്ട്സ്. ദെൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ 6 കൗണ്ട്സിൽ ബ്രീത്ത് ഔട്ട് ചെയ്യും. ഓക്കെ, ട്രൈ. ബ്രീത്ത് ഇൻ, hold, 1, 2, 3, 4. Breathe out slowly. Breathe out. വെരി ഗുഡ്. ഇത് ഡെയിലി ഒരു 1 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാം. സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും മൈൻഡിനെയും കാമാക്കാനായിട്ട് സാധിക്കും. തേർഡ് ടെക്നിക്, ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ബ്യൂട്ടിഫുൾ മെഡിറ്റേഷൻ ടെക്നിക്കാണിത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാമായിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വരിക, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ഇരുന്നിട്ട് ക്ലോസ് യുവർ ഐസ്. ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെഡ് ടു ടോ സ്കാൻ ചെയ്യുക ബോഡി. എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ടെൻഷൻ, സ്ട്രെസ് വരുന്നത്, ആ ഒരു സമയത്ത് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ വിത്തിൻ മിനിറ്റ്സ് യു ഫീൽ ലൈറ്റർ ആൻഡ് നിങ്ങളുടെ മൈൻഡിനെ കാം ആക്കാനായിട്ട് പറ്റും. ഫോർത്ത് ടെക്നിക്, മൈൻഡ്ഫുൾ വാക്കിംഗ്. വാക്ക് സ്ലോലി. ഫീൽ യുവർ ഫീറ്റ് ടച്ചിങ് ദ ഗ്രൗണ്ട്, ദ ബ്രീസ് ഓൺ യുവർ ഫേസ്. നോ ഫോൺ, നോ റഷ്, നോ ടെൻഷൻ, ജസ്റ്റ് ബി ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു 5-10 മിനിറ്റ്സ് വാക്ക് ചെയ്യുക. Even 10 minutes of mindful walking can bring peace and clarity. Fifth technique, mindful journaling. One of the beautiful step. ഉറങ്ങുന്നതിന് മുന്നേ take a notebook, write 3 things you are grateful for. ഇത് ഓവർ തിങ്കിങ് മൈൻഡിനെ ഗ്രാറ്റിറ്റ്യൂഡ് മോഡിലേക്ക് കൊണ്ടുവരും. സ്മോൾ സ്റ്റെപ്പാണ്, ബട്ട് ബിഗ് പീസ് നമ്മളെ ക്രിയേറ്റ് ചെയ്യും. How mindfulness changes you. When you practice mindfulness daily, your heart rate becomes stable, സ്ലീപ്പ് ഇംപ്രൂവ് ആകുന്നത് കാണാൻ പറ്റും, സ്ട്രെസ് ഹോർമോൺസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ ഫോക്കസും ഇമോഷണൽ ബാലൻസും ഇൻക്രീസ് ചെയ്ത് ഒരു സ്റ്റേബിൾ മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. പീസ് ഓഫ് മൈൻഡ് വി കനോട്ട് ഫൗണ്ട് ഔട്ട്സൈഡ്, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻസൈഡ്.
ഈ മൈൻഡ്ഫുൾ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആൻസൈറ്റി കൺട്രോൾ ചെയ്യാൻ ഒരു ടാബ്ലറ്റിന്റെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരില്ല. നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എവറി ഡേ അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് എങ്കിലും ഏതെങ്കിലും ടെക്നിക്കുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അത് മാത്രം മതി നമ്മുടെ കാം വേർഷനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. കാം മൈൻഡ് ഇസ് ദ റിയൽ പവർ. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് എവറി ഡേ. ലിവ് യുവർ പീസ്ഫുൾ ലൈഫ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ടു മേക്ക് യുവർ സെൽഫ് കാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ആൻസൈറ്റി കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വെൽനെസ് ആൻഡ് മൈൻഡ് പവർ വീഡിയോസ്.